അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. അവൻ്റെ അടുക്കൽ വന്ന് യേശു അവനോട് ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, 38 വർഷമായി യെരുശലേമിലെ ബെഥസ്ദ എന്ന് പറയുന്ന കുളക്കരയിൽ ഒത്തിരി വ്യാധികൾ പിടിച്ചവർ. ആ കുളത്തിൽ ഒരു ദൂതൻ ഇറങ്ങുമ്പോൾ, ആ ദൂതൻ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ആ കുളത്തിൽ ആദ്യം ഇറങ്ങുന്നവൻ ആരായാലും വിടുതൽ വരും. അങ്ങനെ ആയിരങ്ങൾ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വിടുതലും കൊതിച്ചുകൊണ്ട് ആ ബെഥസ്ദ കുളക്കരയിൽ ഇങ്ങനെ കാത്തിരിക്കുക. ദൂതൻ അതത് സമയത്ത് വന്ന് കുളം കലക്കും. എല്ലാവരും കാത്തിരിപ്പിലാണ്. എന്നാൽ ഈ മനുഷ്യനെ സഹായിക്കാൻ, ഈ മനുഷ്യനൊന്ന് എഴുന്നേൽപ്പിക്കാൻ, ആ വെള്ളത്തിലേക്കൊന്ന് ഇറക്കാൻ തനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. താൻ തന്നെ പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് തനിക്കത് കഴിഞ്ഞിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 38 വർഷം വലിയ കനത്ത പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ മനസ്സ് പലപ്പോഴും മടുത്തു പോയിട്ടുണ്ട്. അല്ലേ, ഒരു വിടുതൽ കാത്തിരിക്കുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് മടുപ്പുകൾ വരാം, പരാജയങ്ങൾ വരാം. ആ മനുഷ്യനും ആ കുളത്തിലേക്ക് ഇറങ്ങാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും കഴിയാതെ, തന്നെ ആരും സഹായിപ്പാനില്ലാതെ പലപ്പോഴും നിരാശപ്പെട്ടു പോയ സമയത്തും ആ പരിസരം വിട്ടു മാറാതെ അവിടെ തന്നെ വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവൻ്റെ അടുക്കിലേക്ക് യേശു വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥകൾ ദൈവം കാണുന്നുണ്ട്. അവൻ കിടക്കുന്നത് ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. ഏറിയ കാലമായി നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ വ്യഥകൾ യേശു കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മടുത്തു പോകരുത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുന്ന സമയമുണ്ട്. ആ മനുഷ്യൻ്റെ അടുക്കൽ യേശു കർത്താവ് ഇറങ്ങി വന്നു. അവനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? മടുത്തു പോയോ? ക്ഷീണിച്ചു പോയോ? അവൻ പറയാ, എനിക്ക് ആരുമില്ല കർത്താവേ, എന്നെ സഹായിപ്പാൻ ആരുമില്ല. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്ക, എടുത്ത് നടക്ക. നിന്നെ തേടി അവൻ വരും. നിന്നെ കാണുന്നവൻ നിന്നെ തേടി നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വരും. നീ എവിടെയാണോ പരാജയപ്പെട്ടത്, എവിടെയാണോ നീ പലപ്പോഴും പരിശ്രമിച്ചിട്ടും നിനക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ പോയത്, എവിടെയാണോ നീ പ്രതീക്ഷ വെച്ചത്, അവിടെ തന്നെ ദൈവം ഇറങ്ങി വരും. നിന്നെ തേടി വരും. നിന്നെ എഴുന്നേൽപ്പിക്കാൻ വരും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ഇന്നത്തെ ഈ പ്രതികൂല സാഹചര്യത്തിൽ അസാധ്യതയുടെ നടുവിൽ അവൻ ഇറങ്ങി വരും. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ അവൻ ഇറങ്ങി വരും. വിശ്വസിക്ക്, ദൈവം ഇറങ്ങി വരും. ആ മനുഷ്യൻ കാത്തിരുന്നത് വിശ്വാസമല്ലേ? ഒരു വിടുതൽ പ്രതീക്ഷിച്ച് എത്ര നാളെ കാത്തിരുന്നത്? 38 വർഷമായി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തൊരു വിശ്വാസമാണത്, എന്തൊരു കാത്തിരിപ്പാണ്. ദൈവം അത് മറികടന്നു പോകുമോ? നീണ്ട വർഷങ്ങൾ നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാകാം. പക്ഷെ മടുത്തു പോകരുത്, തളർന്നു പോകരുത്. നിങ്ങൾ വീണ്ടും കാത്തിരിക്കണം. ദൈവത്തിനായി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം. നിശ്ചയമായും അതൊരു എൻകൗണ്ടർ ആയിരിക്കും. നിശ്ചയമായും അതൊരു ചരിത്രമായിരിക്കും. ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും. നിശ്ചയമായും അവൻ ഇറങ്ങി വരും. നിന്നെ തേടി വരും. വിശ്വസിക്കുക. വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.